വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസിൽ എങ്ങനെയാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണേ എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ്സിൻ്റെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ശ്രദ്ധിച്ച് കേൾക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഗ്യാതർഡ് ഫ്രം ദ ബുക്സ് ഓഫ് Aliga Assurance Company Limited, prepare revenue account for the year ended 31st March 2011. നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് 4 ഷെഡ്യൂൾസാണ് വേണ്ടത്. ഷെഡ്യൂൾ 1 പ്രീമിയം, ഷെഡ്യൂൾ 2 കമ്മീഷൻ എക്സ്പെൻസസ്, ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഷെഡ്യൂൾ 4 ബെനിഫിറ്റ് പെയ്ഡ്. നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ തന്നെ ഓരോ ഐറ്റംസും ഏത് ഷെഡ്യൂളിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും കൂടി ശ്രദ്ധിക്കാം. പ്രീമിയം 62 ലാക്കാണ് എമൗണ്ട് തന്നിരിക്കുന്നത്. ഇത് ഷെഡ്യൂൾ 1 പോസ്റ്റ് ചെയ്യേണ്ട ആയിട്ടാണ്. ദെൻ റീ ഇൻഷുറൻസ് പ്രീമിയം സെഡഡ്, ഇത് കാണിക്കേണ്ടത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം ഏൺഡ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ റീ ഇൻഷുറൻസ് സെഡഡ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കാണിക്കേണ്ടതാണ്. അത് മൈനസ് ചെയ്ത് കാണിക്കേണ്ട എമൗണ്ടാണ്. ദെൻ കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻറ്റഡ്, ഇത് ഇതേപോലെ തന്നെ റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകത്തിൽ കാണിക്കേണ്ട ഐറ്റാണ്. ദെൻ ആനുറ്റീസ് ലെസ് റീ ഇൻഷുറൻസ്, ഇത് ഷെഡ്യൂൾ 4 കാണിക്കേണ്ട ഐറ്റാണ്. ദെൻ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, ഇത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റാണ്. ഇൻകം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ്, ഇതും ഈ ഐറ്റം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ 3 എന്നുള്ള ഐറ്റം റവന്യൂ അക്കൗണ്ടിൽ എഴുതിയതിന് ശേഷം ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട ഐറ്റാണ് ഈ 32,000. ദെൻ കമ്മീഷൻ എടുക്കേണ്ടത് ഷെഡ്യൂൾ 2 രജിസ്ട്രേഷൻ ഫീസ് റിസീവ്ഡ്, അത് അതർ ഇൻകത്തിലാണ് എടുക്കേണ്ടത്. നമ്മൾ പ്രീമിയം റവന്യൂ അക്കൗണ്ടിൽ പ്രീമിയം എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് എഴുതും, അതിനുശേഷം ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതും, അതർ ഇൻകം എഴുതും. ഓക്കെ, അങ്ങനെ 3 ഹെഡാണ് വരിക. അതിൽ അതർ ഇൻകത്തിൽ എടുക്കേണ്ട ആയിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് റിസീവ്ഡ്. ദെൻ സറണ്ടേഴ്സ് ഷെഡ്യൂൾ 4 ബെനിഫിറ്റ് പെയ്ഡിൽ എടുക്കേണ്ട ആയിട്ടാണ്. ദെൻ റീ ഇൻഷുറൻസ് പ്രീമിയം ആക്സെപ്റ്റഡ്, ഇത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ നമ്മൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ 1 എഴുതും. ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കഴിഞ്ഞിട്ട് എഴുതേണ്ടതാണ് റീ ഇൻഷുറൻസ് സെഡഡും റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡും. ഇത് റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആഡ് ചെയ്ത് കാണിക്കണം, എന്നാൽ റീ ഇൻഷുറൻസ് സെഡഡ് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കേണ്ട ആയിട്ടാണ്. ദെൻ സാലറീസ്, ഇത് ഷെഡ്യൂൾ 3 എടുക്കേണ്ട ആയിട്ടാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഡയറക്ടേഴ്സ് ഫീ, അതും ഷെഡ്യൂൾ 3 എടുക്കേണ്ടതാണ്. ഓഡിറ്റേഴ്സ് ഫീ ഷെഡ്യൂൾ 3 എടുക്കേണ്ടതാണ്. അതർ എക്സ്പെൻസസ് ഷെഡ്യൂൾ 3 എടുക്കേണ്ടതാണ്. ക്ലെയിംസ് ബൈ ഡെത്ത്, അത് ഷെഡ്യൂൾ 4 എടുക്കേണ്ടതാണ്. ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി ഓഫ് പോളിസി, അതും ഷെഡ്യൂൾ 4 എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ഐറ്റം റീ ഇൻഷുറൻസ് ക്ലെയിംസ് ആണ്. ഇത് ഷെഡ്യൂൾ 4 എടുക്കേണ്ട ഐറ്റമാണ്. പക്ഷേ ഇവിടെ ആനുറ്റീസ് ലെസ് റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 4th ഐറ്റമായിട്ട് 6 ലാക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റം ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല, ക്ലെയിംസിൽ കാണിക്കേണ്ട കാര്യമില്ല. ദെൻ ഇൻ്ററിം ബോണസ് പെയ്ഡ് എന്നുള്ള ഐറ്റം നമ്മുടെ ലാസ്റ്റ് ആയിട്ടാണ് ഇൻ്ററിം ബോണസ് പെയ്ഡ്. ഇത് നമുക്ക് ഷെഡ്യൂൾ 4 ഷെഡ്യൂൾസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇൻ്ററിം ബോണസ് പെയ്ഡ് എന്ന് പറഞ്ഞ് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കണം. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഷെഡ്യൂൾ 1 പ്രീമിയത്തിൻ്റെ കൂടെ പ്രീമിയം റിസീവിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിരിക്കുന്നതും നമുക്ക് ഷെഡ്യൂൾ 4 ക്ലെയിംസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓരോ ഷെഡ്യൂൾസും പ്രിപ്പയർ ചെയ്യാം. ഷെഡ്യൂൾ 1 പ്രീമിയം റിസീവ്ഡിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. 62 ലാക്കാണ്. നമ്മളിവിടെ 3 ഡിജിറ്റ്സ് 3 zeros അവോയ്ഡ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ 6,200. ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6,310 എന്നുള്ള ആൻസർ കിട്ടും. ദെൻ സെക്കൻഡ് ഷെഡ്യൂൾ കമ്മീഷൻ എക്സ്പെൻസസ് ആണ്. നമുക്ക് കമ്മീഷൻ തന്നിട്ടുണ്ട് 450. ക്വസ്റ്റ്യനിൽ 4,50,000 ആണ് തന്നിരിക്കുന്നത്. 3 zeros അവോയ്ഡ് ചെയ്യുമ്പോൾ 450. ഇവിടെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഒന്നുമുള്ള എമൗണ്ട് തന്നിട്ടില്ല. കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണമായിരുന്നു. കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സെഡഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണമായിരുന്നു. ആ 2 ഐറ്റം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ 2
കമ്മീഷൻ എക്സ്പെൻസസിൻ്റെ എമൗണ്ട് വരുന്നത് 450 ആണ്. ഷെഡ്യൂൾ 3 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സാലറീസ്, ഡയറക്ടേഴ്സ് ഫീ, ഓഡിറ്റേഴ്സ് ഫീ, അതർ എക്സ്പെൻസസ്, ഇത്രയും കാര്യങ്ങൾ എഴുതുക, ആഡ് ചെയ്യുക. 375 എന്നുള്ള ആൻസർ വരും. ദെൻ ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. അതിനകത്ത് ഇൻഷുറൻസ് ക്ലെയിംസ് ആണ് ആദ്യത്തെ ഹെഡ്. അതിനകത്ത് ക്ലെയിം ബൈ ഡെത്ത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 2200. ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം, അതിൻ്റെ കൂടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 60 ആഡ് ചെയ്യുക. ദെൻ ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതാണ് 2100. ദെൻ ആനുറ്റീസ് പെൻഷൻ 600. സറണ്ടേഴ്സ് തന്നിട്ടുണ്ട് 350. അതേപോലെ തന്നെ ഇവിടെ റീഇൻഷുറൻസ് ഹെഡഡും റീഇൻഷുറൻസ് ആക്സെപ്റ്റഡും ക്ലെയിംസിൻ്റെ തന്നിട്ടില്ല, അപ്പോൾ അത് നില്ലാണ്. ബാക്കിയുള്ള എല്ലാ ഐറ്റം കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 5310 എന്നുള്ള ആൻസർ വരും. ഇനി നമുക്ക് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഹെഡിങ് കൊടുക്കുക ഫോം എ RA, റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2011. പർട്ടിക്കുലേഴ്സ് എഴുതാൻ ഒരു കോളം, ഷെഡ്യൂൾ നമ്പർ എഴുതാൻ ഒരു കോളം, അതേപോലെ തന്നെ കറണ്ട് ഇയർ എഴുതാൻ ഒരു കോളം, പ്രീവിയസ് ഇയർ എഴുതാൻ ഒരു കോളം. ആദ്യം നമുക്ക് എഴുതേണ്ട ഐറ്റം പ്രീമിയം ഏൺഡ് ആണ്. പ്രീമിയം ഏൺഡിൽ പ്രീമിയം ആണ് ആദ്യം എഴുതേണ്ടത്. അത് ഷെഡ്യൂൾ 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 6310. ദെൻ നെക്സ്റ്റ് ഐറ്റം റീഇൻഷുറൻസ് ഹെഡഡ് ആണ്. റീഇൻഷുറൻസ് ഹെഡഡിൻ്റെ എമൗണ്ട് ലെസ് ചെയ്ത് കാണിക്കേണ്ട എമൗണ്ട് ആണ്. നെക്സ്റ്റ് റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ്, അത് ആഡ് ചെയ്ത് കാണിക്കേണ്ടതാണ്. അത് ആഡും ലെസ്സും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6060 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ഹെഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് റെൻറ്റ്, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻറ്റ് ആൻഡ് റെൻറ്റ് 160 തന്നിട്ടുണ്ട്. വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ല. ദെൻ അതർ ഇൻകം, അതിനകത്ത് ആനുറ്റീസ് ഗ്രാൻറ്റഡ് തന്നിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഫീ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഏണിൻ്റെ കൂടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 8035 എന്നുള്ള ആൻസർ കിട്ടും. അത് സിംഗിൾ ലൈൻ വെച്ച് ക്ലോസ് ചെയ്യാം. ദെൻ അടുത്ത ഹെഡ് കമ്മീഷനാണ്. ഷെഡ്യൂൾ 2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 450. അടുത്ത ഹെഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അത് ഷെഡ്യൂൾ 3 ആണ്, 375. നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് ഇൻകം ടാക്സ് പെയ്ഡ് ആണ്, 32 ആണ് എമൗണ്ട്. ഇനി ഈ പറഞ്ഞ കമ്മീഷനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻകം ടാക്സ് പെയ്ഡും കൂടെ ആഡ് ചെയ്യുക. അത് ടോട്ടൽ ബി എന്ന് പറഞ്ഞ് കാണിക്കുക. 857 എന്നുള്ള ആൻസർ വരും. സിംഗിൾ ലൈൻ ഇട്ട് ക്ലോസ് ചെയ്യാം. ദെൻ ഷെഡ്യൂൾ 4 ആണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ബെനിഫിറ്റ് പെയ്ഡ് ആണ്. നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് 5310. അതിൻ്റെ കൂടെ ഇൻ്ററിം ബോണസ് പെയ്ഡ് ആഡ് ചെയ്യുക. നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്യുക. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും നമുക്കില്ല, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5390 എന്ന് കിട്ടും. അത് സിംഗിൾ ലൈൻ ഇട്ട് ക്ലോസ് ചെയ്യുക. ഈ ആൻസറിൻ്റെ നേരെ ടോട്ടൽ സി എന്ന് പറഞ്ഞ് കാണിക്കുക. ഇനി നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് A മൈനസ് B മൈനസ് C ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം ഏൺഡും ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്ത് അതർ ഇൻകം കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ടോട്ടൽ എ. ടോട്ടൽ ബി എന്ന് പറഞ്ഞാൽ കമ്മീഷനും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻകം ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സി എന്ന് പറയുമ്പോൾ ബെനഫിറ്റ് പെയ്ഡും ഇൻ്ററിം ബോണസും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡി എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1788 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്രോപ്രിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം. ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതാം, ട്രാൻസ്ഫർ ടു അതർ റിസർവ് എഴുതാം. ഇതൊന്നും നമുക്കില്ല, ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച എമൗണ്ട് ആണ് 1788. ഇനി അത് ക്ലോസ് ചെയ്യുക. ടോട്ടൽ ഡി എന്ന് പറഞ്ഞ് കാണിക്കുക 1788. അപ്പോൾ ഇങ്ങനെയാണ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിലെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അതിൽ എവിടെയാണ് ഐറ്റംസ് എടുക്കേണ്ടതെന്നും പറഞ്ഞു തരാം. നിങ്ങൾ ഈ പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കാം. Following are the details extracted from the books of Bharat Life Assurance Company Limited as on 31st March 2011. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഐറ്റം പ്രീമിയം ആണ്. പ്രീമിയം 1200 ആണ്. ഇൻ ലാക്സിലാണ് തന്നിരിക്കുന്നത്. 1200 ഒരു ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പ്രീമിയം 300 lakhs ആണ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ 1 ഇങ്ങനെ കാണിക്കുക, ഫസ്റ്റ് പ്രീമിയം 300 എന്ന് കാണിക്കുക. അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ട്
1200 നിന്ന് 300 പോയാൽ ബാക്കി 900 ഉണ്ട്. അത് റിന്യൂവൽ പ്രീമിയം എന്ന് പറഞ്ഞ് 900 കാണിക്കുക. അതിൻ്റെ കൂടെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത്. റീഇൻഷുറൻസ് സെഡഡ് ലെസ് ചെയ്യാനുള്ളതാണ്. റീഇൻഷുറൻസ് പ്രീമിയം ആക്സെപ്റ്റഡ് ആഡ് ചെയ്യാനുള്ളതാണ്. ക്ലെയിംസ് ഷെഡ്യൂൾ 4 കാണിക്കുക. സറണ്ടേഴ്സും ഷെഡ്യൂൾ 4 കാണിക്കുക. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് ഷെഡ്യൂൾ 2 കാണിക്കണം. കമ്മീഷൻ ഓൺ റീഇൻഷുറൻസ് സെഡഡ് 2 ലെസ് ചെയ്ത് കാണിക്കണം. ആക്സെപ്റ്റഡ് ഷെഡ്യൂൾ 2 ആഡ് ചെയ്ത് കാണിക്കണം. കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻറ്റഡ് അതേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രീമിയത്തിൻ്റെ അടിയിൽ കാണിക്കാനുള്ളതാണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഹെഡ് കഴിഞ്ഞ് അതേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കാനുള്ളതാണ്. ആനുറ്റീസ് പെയ്ഡ് ഷെഡ്യൂൾ 4 കാണിക്കാനുള്ളത്. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻ്റ് ആണ്. പക്ഷെ അതിനകത്ത് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സ് 2 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 2 lakh കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കാണിക്കണം. 25 lakh എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അത് കാണിക്കേണ്ടത് നമുക്ക് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. പ്രീമിയം കഴിഞ്ഞിട്ടുള്ള ഹെഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. ദെൻ റീഇൻഷുറൻസ് ക്ലെയിംസ് റിസീവ്ഡ് ഷെഡ്യൂൾ 4 കാണിക്കാനുള്ളതാണ്. രജിസ്ട്രേഷൻ ആൻഡ് റിന്യൂവൽ ഫീസ് അതർ ഇൻകത്തിൽ കാണിക്കാനുള്ളതാണ്. സാലറീസ് ആൻഡ് അലവൻസസ് ഷെഡ്യൂൾ 3 കാണിക്കാനുള്ളതാണ്. മാനേജീരിയൽ റെമ്യൂണറേഷൻ ഷെഡ്യൂൾ 3 കാണിക്കാനുള്ളതാണ്. ജനറൽ എക്സ്പെൻസസ് ഷെഡ്യൂൾ 3 കാണിക്കാനുള്ളതാണ്. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റും ഷെഡ്യൂൾ 3 കാണിക്കാനുള്ളതാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണിക്കാനുള്ള ഐറ്റമാണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണിക്കാനുള്ള ഐറ്റമാണ്. ഇനി കൺസ്ട്രക്ട് ദ റവന്യൂ അക്കൗണ്ട് ഓഫ് ദ കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st March 2011 ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ദ ഫോളോയിങ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് 20 lakh ഷെഡ്യൂൾ 1 ആഡ് ചെയ്ത് കാണിക്കേണ്ടതാണ്. ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് 4 lakh ഷെഡ്യൂൾ 4 ആഡ് ചെയ്ത് കാണിക്കേണ്ടതാണ്. റീഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ ഷെഡ്യൂൾ 12 lakh ആണ്. ഷെഡ്യൂൾ 4 ലെസ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ്. കമ്മീഷൻ ഓൺ ഡയറക്റ്റ് ബിസിനസ് ഓയിങ് 3 lakh അത് ഷെഡ്യൂൾ 2 ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ്. നമുക്ക് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെൻറ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സ് 2 lakh എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 25 lakh എന്ന് പറഞ്ഞാണ് കാണിച്ചത്. അത് നമുക്ക് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 2 എന്നുള്ളത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കഴിയുമ്പോൾ കാണിക്കാനുള്ള ഐറ്റമാണ്. ബോക്സിലൂടെ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.